ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് ചലഞ്ചിങ് എന്നല്ലേ, സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു സാധനത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിൽ ചിന്തിക്കും, എന്നിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ക്ലൂ നമ്മൾ പറയും. ഇപ്പൊ ഇവള് ചിന്തിക്കുന്നതിനെ കുറിച്ചുള്ള ക്ലൂ എന്നോടും പറയും, ഞാൻ ചിന്തിക്കുന്നതിനെ ഡയറക്റ്റ് പറയാതെ അതുമായി ബന്ധപ്പെട്ട ക്ലൂകൾ പറഞ്ഞതിന് ശേഷം അത് കണ്ടുപിടിക്കണം, എന്താ സാധനം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ഫസ്റ്റ് ചലഞ്ച് ആരാ ഏറ്റെടുക്കുന്നത്? ഞാന്. ഞാൻ പറയണം എന്നാണോ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കണം എന്നാണോ? ഇച്ചായന് ആലോചിച്ചിട്ട് ക്ലൂ എന്റെ അടുത്ത് പറ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആലോചിച്ചു. ലോകത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനം ഫോണ് അല്ല, ഫോണിനേക്കാളും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനം. എന്തെങ്കിലും വസ്തുവാണോ അതോ ഒരു സാധനമാണ്? ശ്വാസം സാധനമാണോ? ശ്വാസം സാധനമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പണ്ട് കാലം തൊട്ട് ഈ സാധനം ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഫോൺ വന്നത്. TV, റേഡിയോ അല്ല. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൈകളിൽ പിടിച്ചാണ് ഉപയോഗിക്കുന്നത്. വാച്ച് അല്ല. ഇതില്ലെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. അതെന്ത് സാധനം? ഇത് നമ്മുടെ കൂടുതലും വീടുകളിലും ഹോട്ടലുകളിലും തട്ടുകടകളിലും ഈ സാധനം അമിതമായി കാണാറുണ്ട്. ഇല്ല. ഇനി ഒരു ക്ലൂവും കൂടെ ഉള്ളു, 5 ക്ലൂ ആണ്. ഇത് പല ആകൃതിയില്, പല ഷേപ്പില്, പല രീതിയില് നമ്മൾ ഇതിനെ കാണാറുണ്ട്. ഇതില്ലാതെ നമുക്ക് പലതും എന്താ പറയുന്നത്, പലതും നമുക്ക് അല്ല, ഞാൻ ക്ലൂ വ്യക്തവും വിശദവും വിക്ലവുമായുള്ള ക്ലൂ ആണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാവരും വീടുകളിൽ ഇത് കാണും. ഇതില്ലാത്ത വീട് ലോകത്ത് ഒരിടത്തും കാണും. കൈ പിടിച്ചു ഉപയോഗിക്കുന്നത്. കൈ പിടിച്ച ഈ സാധനം ഉപയോഗിക്കുന്നത്. 5ാമത്തെ ക്ലൂയോട് കൂടി തീർന്നു. ഞാൻ 10 വരെ എന്നും അതിനുള്ളിൽ പറയണം. 1, 2, 3, 4, 5. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നേ. 6, 7. അറിയില്ലല്ലേ? ഗ്ലാസ്. ഇത് കൈ പിടിക്കാതെ ഉപയോഗിക്കാനേ നമുക്ക് പറ്റത്തില്ല. ഇത് കൈ പിടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കൈ പിടിച്ച് ഉപയോഗിക്കുന്ന സാധനം വാച്ച്, ഒരു സാധനം ശ്വാസം. അടുത്ത ഞാനല്ലേ? 5 എണ്ണമാണ് നമ്മളിങ്ങനെ പറയുന്നത്. 5 ക്ലൂവും 5 സാധനം. സാധനം മിക്ക വീടുകളിലും ഉണ്ട്. ഇത് കൂടുതലും വീടുകളിൽ മാത്രമുള്ള ഹോട്ടലുകളിലില്ല, വീടുകളിലാണ് മിക്കപ്പോഴും ഉള്ളത്. പിന്നെ അതുള്ളൂ. പിന്നെ 2ാമത്തെ ക്ലൂ, പിന്നെ നമ്മുടെ ഇവിടെ അതിപ്പോ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 3ാമത്തെ ക്ലൂ, പല കളറിലും പല ആകൃതിയിലൊക്കെ ഉണ്ട്. ആകൃതിയിലില്ല, കളറിലുണ്ട്. അടുത്ത 4ാമത്തെ ക്ലൂ, പിന്നെ അത് ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ പല ഇതിൽ അറിയപ്പെടും. അതുണ്ടാക്കുന്ന സാധനം പല പേരിൽ അറിയപ്പെടും. ഉപയോഗിക്കുന്ന മനുഷ്യർ ഉപയോഗിക്കുന്ന സാധനമാണ്. എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെടുത്തു. ഇയാള് ഉണ്ടാക്കുന്നതിന്റെ കളറിൽ അറിയപ്പെടുന്നത് ഇതൊക്കെ നമ്മളത് ഇതുകൊണ്ട് എന്താ ഉപയോഗം അത് പറയാം. ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ ഉപയോഗിക്കാം. അത് പറഞ്ഞ പെട്ടെന്ന് പറയും, എന്നാലും തറയോട് ചേർത്ത് അത് ഉപയോഗിക്കുന്നു. 5 ക്ലൂ ആയേ. ചൂലാണോ 1ാമത്തേത്? ഞാന് ഈ മൂന്നിക്കുള്ളിയോട് പറഞ്ഞു. തുടപ്പയാണോ? അല്ല. പിന്നെ എന്താ? തലയോട് ചേർന്ന് ചെരുപ്പ്? അല്ല. അറിയില്ല. പായ, പുൽപ്പായ. പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഇതുണ്ടല്ലോ, പല കളറില് പല ആകൃതി എന്ന് പറയുമ്പോൾ ആകൃതിയിലുണ്ടോ? ഞാനിങ്ങനെ ഷേപ്പ് ഇങ്ങനെ വീതി പറഞ്ഞു.
അപ്പൊ നമുക്കൊന്നും കൂടെ വെള്ളം കുടിപ്പിച്ചിട്ട് വരാവേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കുന്ന ഒരു സാധനം, പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സാധനം, എന്നാൽ ഏറ്റവും കൂടുതൽ ഇത് സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ശരീരത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ക്ലൂ. മൂന്നാമത്തെ, ഇത് ഒരുപാട് വെറൈറ്റി കളറിലുള്ള ഈ സാധനം പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അവൈലബിൾ ആണ്. അല്ല, നാലാമത്തെ ക്ലൂ, ഇത് ബോക്സുകളിലും കവറുകളിലും നമുക്ക് കിട്ടാറുണ്ട്. നാലാമത്തെ ക്ലൂ. ഓക്കെ, ഇനി അഞ്ചാമത്തത് പറയാം. ഇത് ഒരു ആഡംബരത്തിന് വേണ്ടിയും പ്രൗഢിക്ക് വേണ്ടിയും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു ആളുടെ ഫേസിന്റെ മോടിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നീ ഒരെണ്ണം പറഞ്ഞു, ഇനി രണ്ടെണ്ണം കൂടി പറയാനുള്ളൂ. ഫേസ് ശരീരത്തിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്നതാണോ? ഞാൻ 5 ക്ലൂ പറഞ്ഞു കഴിഞ്ഞു. ഇത് ശരീരത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സാധനം എവിടാണെന്ന് ഞാൻ പറയത്തില്ല. മനുഷ്യ ശരീരത്തിൽ ഇത് ഉപയോഗിക്കുന്ന സാധനമാണ്. സോപ്പ്. 2. സ്ത്രീകളും പുരുഷന്മാരും കൂടുതൽ ഉപയോഗിക്കും, പക്ഷെ ഇതുകൊണ്ടുള്ള കൂടുതൽ ഉപയോഗം സ്ത്രീകൾക്കാണ്. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്കൊണ്ട് പറ്റില്ല. ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമാണ് നാട്ടില്. അത് നമ്മുടെ ആദിമ മനുഷ്യ കാലം തൊട്ടേ ഇങ്ങോട്ട് ഈ സാധനം ഉപയോഗിച്ച് പോരുന്നതാണ്, ഇന്നൊന്നും ഉണ്ടായതല്ല. സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ സാധനം. ബോക്സിൽ കിട്ടുന്നല്ലേ? ബോക്സിലും കവറിലും കിട്ടും. ബോക്സിലും കവറിലും കിട്ടും. ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്നതാണ്. സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്നില്ലേ? കിട്ടുന്നില്ല ഗൈസ്. പറയട്ടെ, സിന്ദൂരം, പൊട്ട്. സൗന്ദര്യം കൂട്ടാൻ ഉദ്ദേശിച്ച സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടാൻ വേണ്ടിയല്ലേ പൊട്ട് വെക്കുന്നത്, അല്ലാണ്ട് കണ്ണിട്ടാതിരിക്കാൻ വേണ്ടിയല്ലല്ലോ. പുരുഷന്മാരും അതുപോലെ തന്നെ കുറിയിടാറുണ്ടല്ലോ, സിന്ദൂരം വെച്ചും ചന്ദനം വെച്ചും. എനിക്ക് 2 വെക്കൊന്നേ. എനിക്ക് ഒന്നില്ല. ഞാനൊന്നും തോറ്റില്ല, അപ്പൊ ഇയാൾക്ക് ഒരു മാർക്കായില്ലേ? ഞാൻ ഒന്ന് പറഞ്ഞു അതിന് ഞാൻ വിചാരിക്കട്ടെ. രണ്ടെണ്ണം കൊണ്ട് നിർത്താം, കൊറേ ഇപ്പൊ തന്നെ 10 മിനിറ്റിന് മേലായി. ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കും. പല കളറിലും പല ഷേപ്പിലും ഉണ്ട്. പല ഷേപ്പിലും ഉണ്ട്. ഷേപ്പിലെന്ന് വെച്ചാ എവിടെ ഉപയോഗിക്കുന്നത്? മനുഷ്യ ശരീരത്തിലാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും പെൺകുട്ടികൾ അത് ഉപയോഗിക്കാറുണ്ട്. പണ്ടൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും അല്ല ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല വെറൈറ്റി രീതികളിൽ അതൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ഷർട്ട് അല്ല, ടീഷർട്ട് തീർന്ന് ഊന്നണ്ട. ഷൂ. പണ്ടൊന്നും ഷൂ പെണ്ണുങ്ങളാരും ഇടത്തില്ലായിരുന്നല്ലോ. പണ്ട് തൊട്ടേ പെണ്ണുങ്ങൾ ഷൂ ഇടും. പണ്ടൊന്നും ഷൂ അങ്ങനെ ഇടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് കൂടുതൽ ഇടുന്നത്. പണ്ടേ ഇടുമായിരുന്നു. ചുമ്മാ അടുത്തത് ഞാൻ പറയട്ടെ, ഇതോടുകൂടി നമ്മൾ നിർത്തേട്ടാ. ഇതില് ഇവള് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലൂ ഞാൻ കൊടുക്കത്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള. അതിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമ്മള് എന്താ പറയുക, കഴുതയായിട്ട് ചിത്രീകരിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കും. അതിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളാണെങ്കിൽ ക്വീൻ ആക്കും. ക്വീൻ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇത് ഒരുപാട് കാണുന്നത് നമ്മൾ ഹോട്ടലുകളിലാണ്. പക്ഷെ വീടുകളിൽ, ചില വീടുകളിൽ കാണും, ചില വീടുകളിൽ ഇല്ല. പക്ഷെ ഇത് ഒരുപാട് നമ്മൾ ഹോട്ടലിൽ ഈ സാധനം കാണും. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു നിത്യമായ അല്ലെങ്കിൽ അവിഭാജിക ഘടകമാണ് ഈ സാധനം.
ഇത് നമുക്ക് പല ഷേപ്പില്, പല വെറൈറ്റി മോഡലില്, പല വെറൈറ്റി ഡിസൈനില് നമുക്കിത് കിട്ടാറുണ്ട് ഈ സാധനം. വീട്ടിലെ ഫുഡ് ഐറ്റം ആണോ? അല്ല, വീട്ടിലെ മോടി കൂട്ടാൻ വേണ്ടി പലരും ഇതിനെ വെറൈറ്റി ആക്കിയിട്ട് വീടുകളിൽ സ്ഥാപിക്കാറുണ്ട്. ഇപ്പൊ എത്ര ക്ലൂ ആയി? 4 ക്ലൂ, 4 ക്ലൂ സ്ഥാപിക്കാറുണ്ട് എന്നാ പറഞ്ഞത്. സ്ഥാപിക്കാറുണ്ട്, പൂശാറല്ല. 4. ഇനി 5ാമത്തത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലൂ കൊടുക്കാം. ഈ സാധനം നമ്മുടെ വീടുകളിൽ ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇത് വെക്കാറുള്ളത്. വളരെ ചുരുക്കം പേരെ ഉള്ളത് ഇത്തിരി ആൾക്കാർ കാണാത്ത രീതിയിൽ വെക്കുന്നത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകരണ മുറിയിലൊക്കെയാണ് ഈ സാധനം വെക്കാറുള്ളത്. പെട്ടെന്ന് ആൾക്കാർ കയറി വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെറൈറ്റി ഡിസൈനിലൊക്കെയാണ് ഇത് സ്ഥാപിക്കാറുള്ളത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇത്രയും എനിക്ക് പറയാൻ പറ്റും. ഇനി ആദ്യത്തെ എനിക്ക് പറയാൻ വയ്യ. ഇയാൾ ഓർത്തെടുത്തോ? അല്ല, വീടിന്റെ മൂടി കൂട്ടാൻ വേണ്ടിയിട്ട്, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ ആൾക്കാർ വെക്കാറുള്ളത്. അല്ല, അപ്പൊ കൊറേ പറഞ്ഞു ഇയാള്. 3 പറഞ്ഞു. വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറഞ്ഞു. ലൈറ്റ്. ഈ സാധനം നമ്മുടെ വീട്ടിലുണ്ട്. നമ്മളാണെങ്കിൽ ഈ സാധനം സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. നമ്മുടെ കണ്ണ് ആദ്യം എത്തുന്നിടത്താണ് ഈ സാധനം നമ്മുടെ വീട്ടിലും വെച്ചേക്കുന്നത്. നമ്മുടെ ഇപ്പൊ വീട്ടിലുണ്ടോ? നമ്മുടെ 2 വീട്ടിലുണ്ട്. അതെന്താ എനിക്ക് കിട്ടുന്നില്ല ഗൈസ്? TV അല്ല. കഴിഞ്ഞല്ലോ, തീർന്നല്ലോ. ഡൈനിങ് ടേബിളോ? അതിന്റെ അടുത്ത്. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ആ സാധനം ഇരിക്കുന്നതെന്ന്. എന്നിട്ട് പോലും പൊട്ടിക്ക് ഈ ഭാഗത്ത് ആകെ ഈ സാധനം മാത്രമേ ഉള്ളൂ. ഫാൻ ഇവിടെ എവിടെ ഇരിക്കുന്നത്? ഫാൻ അല്ലെന്ന്. ഫാൻ അല്ല, ലൈറ്റ് അല്ല, ഡോറല്ല. ആലോചിക്കുക. എത്രയും സിമ്പിൾ ആയിട്ടുള്ള, നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കണ്ണ് കെട്ടെന്ന് കാണുന്നിടത്ത് ഒരു സാധനം ഇരിക്കും. നമ്മൾ കയറി വന്നാലും കാണുന്ന ഈ ഡൈനിങ് ടേബിൾ ആണ്. നമ്മൾ റൂം പറയായിരുന്നില്ലേ? എനിക്ക് പറയായിരുന്നു. പറഞ്ഞില്ല. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ കൈതക്കുട്ടിയായിട്ട് നമ്മള് ഡോറേനെ തെരഞ്ഞെടുത്തു. എന്തൊരു ആശ്വാസം, ഒരാളെ കൈതയാക്കിയത്. അപ്പൊ കൂട്ടുകാരെ, ഒരു ചെറിയ സമ്മാനം എന്റെ പൊന്നിന് കൊടുക്കും. തോറ്റവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കണം. പ്രോത്സാഹന സമ്മാനം, പ്രോത്സാഹന സമ്മാനം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി കണ്ടന്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളെയൊക്കെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമുക്കൊപ്പം ഉണ്ടാവണം. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ.